ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹെർബൽ കാൻമഷിയുടെ ഒരു മേക്കിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഇത് ഫസ്റ്റൊക്കെ ഫ്ലോപ്പായിപ്പോയി. അതിൻ്റെ കാര്യമൊന്നും എനിക്ക് ആദ്യം കിട്ടിയില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം ഒക്കെ ചെയ്തപ്പോഴാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വീഡിയോ എടുക്കാനുള്ള ത്രില്ലൊക്കെ പോയിട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നൊക്കെ 30 രൂപക്കും 50 രൂപക്കും 60 രൂപക്കും ഇനി കൂടുതൽ റേറ്റിനൊക്കെ കൺമഷി കിട്ടും. നല്ല ഐലൈനർ, സ്മഡ് പ്രൂഫ്, അതേപോലെ വാട്ടർ റെസിസ്റ്റൻ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് ഐലൈനർ കൺമഷിയൊക്കെ കിട്ടും. നമ്മൾ അതൊക്കെ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യും അല്ലേ. കുഞ്ഞു മക്കൾക്ക് വരെ ഇപ്പോൾ നമ്മൾ കൺമഷിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിലേക്ക് എത്രത്തോളം കെമിക്കലുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം അതൊക്കെ ഉറപ്പാണ് അവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി തരില്ല എന്ന്. അത് അങ്ങനെ എത്രത്തോളം അവർ ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം അവർക്ക് ലാഭം ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങാമെന്നല്ലാതെ ഒന്നും നമ്മൾക്ക് വലിയ ബ്രാൻഡാണെന്ന് കരുതി അതിലൊന്നും ക്വാളിറ്റി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ തുളസിയാണ്, കൃഷ്ണ തുളസിയാണ്, പിന്നെ പൂവാങ്കുരുന്നിലയാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ സുലഭമായിട്ടുള്ളതാണ്. അത് തന്നെ ഞാൻ കളക്ട് ചെയ്യാണ്, മോളും ഞാനും കൂടിയാണ് കളക്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മളെ മക്കൾക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള കൺമഷി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുകൊണ്ട് നമുക്ക് കണ്ണിനൊരു കൂളിങ് വരാനും, അതേപോലെ കണ്ണിൻ്റെ കുരുക്കൾ വരണമെങ്കിൽ ആ പ്രശ്നങ്ങൾ അത് കൺപീലി നന്നായി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ കൺമഷി. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, പനിക്കൂർക്ക, നമ്മുടെ മലപ്പുറം ഭാഗത്ത് കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയും. പനിക്കൂർക്ക, അത് ഉണങ്ങിയതാണ്. പിന്നെ ഇത് നമ്മുടെ കാട്ടുതെച്ചിയാട്ടോ, സാധാരണ തെച്ചല്ല, കാട്ടിൽ നിന്ന് കിട്ടുന്ന തെച്ചാണ്, കാട്ടുതെച്ചാണ്. കൂടുതൽ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ കാട്ടും തെച്ചിയിലും അതേപോലെ നമ്മുടെ ഈ കഞ്ഞിക്കൂർക്ക ഉണ്ടല്ലോ, പനിക്കൂർക്ക, അതിലും കുറച്ച് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട്. അതൊന്ന് കുറച്ച് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ടാണ്. ഡ്രൈ ഫോമാണല്ലോ. അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സത്തും ഇതും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ സത്ത് ഫുള്ള് നമുക്ക് ഇനി നീരാക്കി എടുക്കണം. അത് നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല ജാറിൽ ചെയ്യാം കേട്ടോ, അല്ല നല്ല അരഞ്ഞ് കിട്ടുന്ന ജാറിൽ വെച്ച് അരക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അമ്മിമ്മ കൊണ്ടുപോയി അരക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അരക്കാം. പിന്നെ ഇനി അടുത്ത് വേണ്ടത് നമ്മുടെ കോട്ടൻ്റെ ശീലയാണ്. നല്ല വൈറ്റ് ശീല നോക്കിയെടുക്കുക, നല്ല വൃത്തിയുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് ഒരു ശീല, അതേപോലെ ഈ തിരി വെക്കുന്നവർക്കൊക്കെ ഹിന്ദുസിനൊക്കെ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ കഴിയും. കാരണം അവരൊക്കെ തിരി വെച്ച് കത്തിക്കുന്നതുകൊണ്ട് അതൊക്കെ അറിയുണ്ടാവും. നമുക്കതൊന്ന് പരിചയമില്ല, അതുകൊണ്ട് കുറേ മിസ്റ്റേക്കും പറ്റിയിട്ടോ. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഒന്ന് റെഫർ ചെയ്യാതാണ്ട് ഉണ്ടാക്കിയതായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള പ്ലാൻ വെച്ച് ഇങ്ങനെ ശരിയാവും എന്നൊക്കെയുള്ള പ്ലാനിൽ വെച്ചുണ്ടാക്കി. അതുകൊണ്ട് കുറച്ച് നമുക്ക് മനസ്സിലായി എല്ലതും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യല്ല കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ കോട്ടൺ ശീല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ലോണം കഴുകി ഒരു ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മരുന്നിൽ ഈ തുളസിയൊക്കെ അരച്ച് വെച്ച് വെള്ളത്തിൽ ഉണക്കുക. പിന്നെ അത് ഉണങ്ങുന്നതിന് ശേഷം പിന്നെ അതൊന്ന് മുക്കിയിട്ട് ഒന്നും കൂടി എടുക്കുക. അങ്ങനെ 2 ടൈം നിങ്ങളൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. ഇതാണ് ഇപ്പോൾ അങ്ങനെ 2 ടൈം മുക്കിയിട്ട് ഉണങ്ങി കിട്ടിയതാണ്. അപ്പോൾ ഇത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലോപ്പായി പോയിട്ടോ. പിന്നെ എൻ്റെ മൂഡ് പോയി. അതാണ് ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തിരി കെട്ടുക. ഇപ്പോൾ നിങ്ങൾ വിളക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആ വിളക്കിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിയാക്കി വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ നെയ്യ് ഒഴിക്കുന്നുണ്ട്, കുറേ കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, ആവണക്കെണ്ണ എന്ന് പറയുന്ന അതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ കത്തിച്ചത്. പക്ഷേ അതൊന്നും കരി കിട്ടിയില്ല. എണ്ണ തന്നെ വേണം കരി കിട്ടണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി വെക്കുക. കാരണം അത്രയും നല്ല കൺമഷിയാണ്. നീറ്റലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റലൊന്നുമില്ല, ഇവിടെ മക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ പിരികത്തിൽ അതുപോലെ നിങ്ങൾക്ക് ഹൈലൈനർ പോലെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ കഴിവിനനുസരിച്ചാണ്. നല്ല ബെഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞു മക്കൾക്ക് ഈ ജനിച്ച കുട്ടികൾക്ക് 30 രൂപൻ്റെയും 20 രൂപൻ്റെ ഒക്കെ ഇതെടുത്ത് കൊണ്ടുവന്ന് വെച്ച് വരച്ച് കൊടുക്കുന്ന പ്രവണത നിങ്ങൾ നിർത്തുക. കാരണം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില കുട്ടികൾക്ക് പിരികത്തിലൊക്കെ ഇതില്ലാണ്ടായി പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യട്ടോ. പിന്നെ ഞാൻ എൻ്റെ അമ്മാൻ്റെ ചട്ടിയൊക്കെയാണ് എടുത്തിരുന്നത് കരി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പൈപ്പൊക്കെ ചെറുതായി ഒന്ന് ഉരുകിയൊക്കെ ചെയ്തിരുന്നത് അതിൻ്റെ അടുത്തുള്ള കല്ലിൻ്റെ ചൂടുകൊണ്ട് ആ പൈപ്പിന് തട്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഒരു ടപ്പയിലാക്കി വെക്കുകയാണ് ചെയ്തത്. ആ കരി എടുക്കുക, എന്നിട്ട് അത് നെയ്യും ആവണക്കെണ്ണയും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ജാറിലോട്ട് മാറ്റാം. പിന്നെ സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്നത് മോളാണ് കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് ചെയ്തൊട്ടരുത്. അങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ നല്ല നാച്ചുറലായിട്ടുള്ള
കൺമഷി റെഡി. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എപ്പോഴും നിങ്ങൾ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള സംഭവം കിട്ടും. ഹോം മെയ്ഡ് ആകുമ്പോൾ ഹാൻഡ് മെയ്ഡാണ് നമ്മൾ ഒരു ഉമ്മ ഒരു സാധനം ഇറക്കുമ്പോൾ ആ കുട്ടിക്കും കൂടി ആ വ്യക്തിൻ്റെ കുട്ടിക്കും കൂടി യൂസ്ഫുൾ ആവുന്ന, അവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടാക്കുള്ളൂ. അതും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓർഡർ തരിക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ന്യൂ ബോൺ മദേഴ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. താങ്ക് യു, ബൈ ബൈ.